ചേട്ടായി എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എല്ലാ കറിയും കൂടെ എടുത്ത് ചോറുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് മാറ്റി വെച്ചു വിടും നാളത്തേന്. ഇപ്പൊ ഒന്നുമില്ല ഇവിടെ. നീ വിശക്കുമ്പോ തിന്നു പോകുന്ന അല്ലാതെ അറിഞ്ഞോണ്ട് വല്ലതാണോ? ഇതിപ്പോ വെച്ചിട്ടെന്ന കാര്യം നാളെ നമ്മളൊക്കെ മരിച്ചു പോയി. ഓ അതിന് നിങ്ങൾ നാളെ മരിച്ചു പോകുന്ന ആരാ പറഞ്ഞേ? അതിനിപ്പോ പറയാനിപ്പോ എന്നാ നിന്റെ കൂടെ അല്ലേ ജീവിക്കുന്നേ, മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന പോലെ. ഒരു വലിച്ച കോമഡി. നീ യൂട്യൂബ് നോക്കി ഞാൻ എപ്പോ കറി ഉണ്ടാക്കി തീരാനാണോ? നീ ആ ഊള സീരിയല് കാണുന്നതിലും ഭേദാ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ട് കുറച്ച് അറിവെങ്കിലും കിട്ടുന്നത്. ഓ വലിയ അറിവുള്ള ഒരാള്. വീഡിയോയിൽ അന്ന് ചെറിയുള്ളി ഇടാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കൊണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞിടിപ്പിച്ച ആളല്ലേ, അതുകൊണ്ട് അറിവിന്റെ കാര്യമൊന്നും എന്നോട് പറയണ്ട. എടി ഒത്തിരി ഡയലോഗ് ഒന്നും ഇടാതെ വീട്ടിൽ വെച്ചേ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ നീ കടയിൽ പോയി 1 രൂപയുടെ മെഴുതിരി മേടിച്ചിട്ട് അതിനകത്ത് ഉരുക്കി വെച്ച ആളല്ലേ. അതെ മതി. നിങ്ങൾ കടയിൽ പോയി വല്ല സാമ്പാർ കൂട്ടും മേടിച്ചോണ്ടോ? അതാകുമ്പോ ഇനി സാമ്പാർ വെക്കാലോ. അതാകുമ്പോ രാവിലെ ദോശയ്ക്കും ഉച്ചയ്ക്ക് ചോറിനും രാത്രി ചപ്പാത്തിക്കും കൂട്ടാലോ. എന്റെ ദൈവമേ, ഇത്രയും ഗതികെട്ട് ഒരുത്തൻ ഈ ലോകത്ത് വേറെ കാണുമോ? ഓ ഇത് ഞാൻ പറയേണ്ട ഡയലോഗല്ലേ, നീ എന്തിനാ പറയുന്നേ? എടി നിനക്ക് സാലറി വന്നില്ലേ? എനിക്ക് 200 പൗണ്ട് പറഞ്ഞേ, അടുത്ത മാസം തിരിച്ചു തരാം. കാശ് തരാനോ? കാശൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് കുറച്ച് പ്ലാനുണ്ട് ഈ പ്രാവശ്യം. നിങ്ങളുടെ കാശുണ്ടല്ലോ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? വണ്ടിക്ക് കുറച്ച് പണിയുണ്ട്, അതൊന്ന് തീർക്കാൻ വേണ്ടിട്ടാ. നിങ്ങളുടെ ഒടുക്കത്തെ വണ്ടി ഭ്രാന്ത്. നിങ്ങൾ എല്ലാ മാസം ആ വണ്ടിക്കെട്ട് എന്നാ പണിയാ ചെയ്യുന്നേ? ഈ തവണ എന്തായാലും ഞാൻ 1 രൂപ പോലും തരത്തില്ല. തരത്തില്ല? ഉറപ്പാണോ? ആ തരില്ലെന്ന് പറഞ്ഞാൽ തരത്തില്ല. ഇനി വെറുതെ പുറകെ ചോദിച്ചു വരണ്ട കേട്ടോ. എന്നാ വേണ്ട. പിന്നെ ഒരു കാര്യമുണ്ടേ, നാളെ ഡ്യൂട്ടിക്ക് പോകുമ്പോ നിന്റെ ഏറ്റവും നല്ല ഡ്രസ് ഇട്ട് വേണം കാറി കയറാൻ. അതെന്താ ഇത്ര പ്രത്യേകിച്ച് പറയാൻ? നാളെ എന്തെങ്കിലും സർപ്രൈസ് തന്നിട്ട് വീഡിയോ എടുത്തിടാനാണോ? അതൊന്നും അല്ലടി, വണ്ടിയുടെ ബ്രേക്കിന് കംപ്ലൈന്റ്. അപ്പൊ നാളെ നീ നല്ല ഡ്രസ് ഇട്ടിരിക്കുവാണെങ്കിലുണ്ടല്ലോ, പിന്നെ ഡ്രസ്സ് മാറാൻ സമയം കളയുണ്ടല്ലോ. ദൈവമേ, ബ്രേക്കിനോ? പൈസ ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം, വേഗം കൊണ്ടേ ശരിയാക്കിട്ടോ. ഹലോ, അവിടെ ഒന്ന് നിന്നി. പിടിച്ച് കണ്ടുപിടിച്ച്. കള്ളത്തരൊന്നും അല്ലല്ലോ, സത്യല്ലേ? നിനക്കെന്നെ വിശ്വാസമില്ലേ? എടി നിന്റെ ജീവൻ എനിക്ക് അത്രയും വിലപ്പെട്ടല്ലേ. നിന്റെ ജീവൻ വെച്ച് ഞാൻ കളിക്കൂ. അപ്പൊ നീ പൈസ തന്നില്ലെങ്കിൽ ഞാൻ ആരെന്തെങ്കിലും കടം മേടിച്ച് ഞാൻ അത് ഉണ്ടാക്കിയാനേ. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ടെന്നേ. ഓ ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഞാൻ പൈസ ഇട്ടേക്കാന്നേ. ഓ എത്ര ദേഷ്യപ്പെട്ടാലും വഴക്കുണ്ടാക്കിയാലും ചേട്ടായിക്ക് ഉള്ളിനുള്ളിൽ എന്നോട് സ്നേഹമുണ്ട്. രണ്ടും മേടിച്ചേക്കാൻ പൈസയല്ലേ ഉള്ളേ.